ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയാണ്. അതായത് സന്ദർഭോചിതവും സമയോചിതവുമായി നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, പൊളിറ്റിക്സ് ലീഡേഴ്സ് എല്ലാം വായി തോന്നെല്ലാം സമയം വിളിച്ചു പറയും. പക്ഷേ അവർക്കൊരു എക്സ്ക്യൂസ് ഉണ്ട്. അതായത് ടങ് സ്ലിപ്പ്, വാക്കുപിഴ പോരെ, അതോടെ അത് തീരും. പക്ഷേ ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സ്ക്യൂസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതായത് ഞാനൊരു അനുഭവം പറയാം. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഫാമിലി, ഒരു അച്ഛൻ, ഒരു അമ്മ, 2 കുട്ടികൾ. അതായത് ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. സുഖമുള്ള ജീവിതം, പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ ജോലിക്കൊക്കെ പോവും. ജോലി ഇല്ലാത്ത ദിവസം, ലീവ് ദിവസം അച്ഛൻ എന്ത് ചെയ്യും? പോയിട്ട് അവരുടെ ആ കനാലിന്റെ തീരത്ത് ഒരു ചെറിയ ഷീറ്റ് വിരിച്ചിട്ട് ഒരു 5-6 പേരിൽ നിന്ന് ചീട്ട് കളിക്കും. ഒരു ഹോബി, അത് സാധാരണയാണ്. ഓക്കെ, ടൈം പാസ്. ചിലപ്പോൾ ചെറിയ കാശ്, അമ്പാനി ടൈപ്പ് അല്ല, ചെറിയ കാശൊക്കെ 5 രൂപ, 10 രൂപ, അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് കളിക്കും. അങ്ങനെ അത് തുടർന്നുകൊണ്ടിരുന്നു. ഒരു സൺഡേ അച്ഛനോട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വീട്ടിൽ നിന്ന് അമ്മ മകനോട് പറഞ്ഞു, മകനെ ഓടിപ്പോയി അച്ഛനോട് പെട്ടെന്ന് വരാൻ പറ, പെങ്ങള് കുട്ടി വയസ്സിന് വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ വയസ്സിന് വന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെയാണ് അങ്ങനെയില്ല. കല്യാണന്മാരിൽ തന്നെയാണ്, മഞ്ഞ കല്യാണന്മാരിൽ തന്നെ ഭയങ്കര മഞ്ഞ കല്യാണം. സെപ്പറേറ്റ് ഒരു കുടിലുണ്ടാക്കി, ചെറിയ കുടിലുണ്ടാക്കി, അതിലിരുത്തി പല കുടികളാണ്. മഞ്ഞവെള്ളത്തെ കുളി, ഒന്നും പറയാൻ അതോ. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അച്ഛനോട് വരാൻ പറഞ്ഞപ്പം പയ്യൻ ഓടി അവിടെ ചെന്നു. അവിടെ ചെന്ന് അച്ഛൻ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല ഹൈ പീക്കിലിരിക്കുകയാണ് അച്ഛൻ. അത് അങ്ങനെ ഇൻട്രസ്റ്റ് ആയിരിക്കുമ്പം ഇവരവിടെ ചെന്ന് ഉടനെ വിളിച്ചു പറഞ്ഞു, അച്ചാച്ചാ പെങ്ങളുകുട്ടി വയസ്സിൽ വന്നിട്ടുണ്ട്, അമ്മ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു 5-6 ആൾ കൂടി ഷീട്ട് കളിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പറയുമ്പോൾ അച്ഛനൊരു ജാളിത. ഉടനെ അച്ഛനൊന്ന് നോക്കി, മറ്റൊരു പറഞ്ഞു, ശരി ചീട്ട് വെച്ചോളൂ, നിങ്ങൾ പോയിക്കോളൂ. പക്ഷേ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പം നിങ്ങൾക്കറിയാലോ, എൻ്റെ ഒരു വായി നോക്കിലാണ് ബാക്കിയൊക്കെ. അവരൊക്കെ ഒരു ചിരികിരിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സാറില്ല. അച്ഛൻ വീട്ടിൽ വന്ന് മകനെ ഒന്ന് പൊട്ടിച്ചു. അപ്പം അമ്മ പറഞ്ഞില്ല, ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, എന്തിനാടാ ഇഞ്ചി പോയിട്ട് ആൾ മുമ്പിൽ വിളിച്ചു പറയാൻ പോയത്? നിനക്ക് അവിടെ പോയി മെല്ലെ അച്ഛനോട് പറഞ്ഞാൽ പോരെ, അച്ഛനെ ചെവിട്ട് പറഞ്ഞാൽ പോരെ, ഇത്ര അർജന്റ് എന്താണ്? അപ്പം മകനത് കൺഫ്യൂസ് ആയി, ഒന്നും മനസ്സിലായില്ല. ഓക്കെ, മിണ്ടിയില്ല. സംഭവം കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം അമ്മ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഗ്യാസിൻ്റെ എന്തോ ലീക്കാണെന്ന് തോന്നുന്നു, തീ പിടിച്ചു വീട്. ഉടനെ അമ്മ വിളിച്ചു, മോനെ ഓടിവാ, അച്ഛനോട് പോയി പറ. അപ്പം അതൊന്നും അച്ഛൻ ചീട്ട് കളിച്ചോണ്ട് ലീവ് ഇടാണ്, ചീട്ട് കളിക്കാനാണ്. ഓടിപ്പോയി പറ അച്ഛനോട്, ഇങ്ങനെ വീടിന് തീ പിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവൻ ഓടിച്ചെന്നു. അവിടെ ചെന്നു. അപ്പം നമ്മുടെ നാട്ടിലുണ്ട് സംസാരിക്കാത്തൊരു ഭാഷയും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കണ്ടപ്പം അല്ലേ, ഇവൻ ഈ 2 ആക്ട് അതോടെ കഴിഞ്ഞു. അവിടെ നിന്നു. ഇവരെ നോക്കി നിന്ന് 2 മിനിറ്റായി, 3 മിനിറ്റായി, 5 മിനിറ്റായി, 10 മിനിറ്റായി. അപ്പം കളി ഏകദേശം തീർന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, എന്താ പറ? ഇല്ല, അച്ഛൻ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ചെന്നു. അച്ഛൻ്റെ ചവിട്ട് പറഞ്ഞു, അച്ഛാ വീട്ടിലൊന്ന് തീ പിടിച്ചു ചെറുതായിട്ട്. അമ്മ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോഴാണ് അച്ഛന് മനസ്സിലായത്, ഈ കുട്ടിക്ക് അമ്മ കറക്റ്റായി കൺവീൻസ് ചെയ്തില്ല ഫസ്റ്റ്. അതായത് നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ കുട്ടി കൺവീൻസ് ചെയ്യണം. കുട്ടി വിചാരിച്ച് എല്ലാം എങ്ങനെയാണ് പറയേണ്ടത്, അപ്പോൾ സന്ദർഭം എന്താണ്, സാഹചര്യം എന്താണ്, സമയം എന്താണെന്ന് നോക്കിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സന്ദർഭോചിതവും സമയോചിതവുമായിട്ടാണ് സംസാരിക്കണം. അതറിയില്ലെങ്കിലുള്ള കുഴപ്പങ്ങളാണിത്. കറക്റ്റാ? മനസ്സിലായില്ലേ? Hope you got it my point. Thank you.